ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഒരേ കോമഡി തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഓഡിയൻസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 പ്രാവശ്യം പറഞ്ഞ്. ആദ്യത്തെ പ്രാവശ്യം കേട്ടപ്പോഴത്തേക്കും അവർ നന്നായിട്ട് ചിരിച്ച്, രണ്ടാമത്തെ പ്രാവശ്യം കേട്ടപ്പോഴത്തേക്കും അത്ര ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഒരേ കോമഡി കേട്ടപ്പോഴത്തേക്കും അവരാരും ഒന്നും മിണ്ടിയില്ല, ഭയങ്കര സൈലൻസ് ആയിരുന്നു. അപ്പോഴത്തേക്കും ചാർലി ചാപ്ലിൻ ഇവരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും ഒരേ കോമഡി തന്നെ നിങ്ങൾ കേട്ടിട്ട് ചിരിക്കുന്നില്ലല്ല, പിന്നെ എന്തിനാണ് ഒരേ പ്രശ്നത്തെ ഓർത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കണത്? ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിലെ ചില ഓർമ്മകളിൽ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച ചിലവരൊക്കെ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടിട്ട് പോയപ്പോൾ, ചതിച്ചിട്ട് പോയപ്പോഴത്തേക്കും അവരുടെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുന്നില്ലേ? അതിനെ ഓർത്ത് ഇപ്പോഴും ഉരുകിത്തീരുന്നില്ലേ? കരഞ്ഞില്ലാണ്ടാവണില്ലേ? എന്തിനാണ്? നമ്മുടെ ജീവിതം ഒരു പുസ്തകം പോലെയാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞു പോയ കുറേ അധ്യായങ്ങളിൽ ചിലപ്പോൾ വേദനകളുണ്ടാവും, നിരാശയുണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും. പക്ഷേ ഓർക്കണം കേട്ടാ, ഇനിയും മറിക്കാൻ കുറേ അധ്യായങ്ങൾ ഇനി കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മനോഹരമായിരിക്കും. പിന്നെ നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ, മനുഷ്യൻ്റെ സ്നേഹമൊക്കെ ഇത്രയേ ഉള്ളൂ, അതൊക്കെ കണ്ടീഷണലാണ്, അതൊക്കെ ലിമിറ്റഡ് ആണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മുല്ല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കണ്ണൊക്കെ തുടച്ചേ അങ്ങ് ഉഷാറായിട്ട് മുമ്പോട്ട് പോയിക്കേ.